നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. മൾട്ടി ഡിസിപ്ലിനറി പേപ്പർ ആയിട്ടുള്ള ക്രിമിനോളജിയിലെ സെക്കൻഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യോ ഇക്കണോമിക് പ്രൊഫൈൽ, ചേഞ്ചിങ് ഓഫ് സോഷ്യോ ഇക്കണോമിക് പ്രൊഫൈൽ ഓഫ് ക്രിമിനൽസ് ഇൻ കോണ്ടംപററി ഇന്ത്യ എന്നാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റിന്റെ പേര്. അതായത് ഇന്ത്യയില് കുറ്റവാളികളുടെ സോഷ്യോ ഇക്കണോമിക് പ്രൊഫൈലിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ്. വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്, അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സമകാലീന ഇന്ത്യയില് കുറ്റവാളികളുടെ സാമൂഹ്യ സാമ്പത്തിക പ്രൊഫൈലിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതായത് മുൻകാലങ്ങളിലെ കുറ്റവാളികൾ, പണ്ട് കാലത്തൊക്കെ കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന സാമ്പത്തിക, വിദ്യാഭ്യാസ, അതുപോലെ കുടുംബ പശ്ചാത്തലത്തിലൊക്കെ ഉള്ള ആളുകളായിരുന്നു. കൂടാതെ അവര് അധികവും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളിലായിരുന്നു കുറ്റവാസന അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങളിൽ അധികവും പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ. അത് എന്തായാലും ഒരു പിന്നോക്കാവസ്ഥ അവരെ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ ഇന്ന് നമുക്കറിയാം, വളരെ ഉയർന്ന പ്രൊഫൈലിലുള്ള കുറ്റവാളികളുടെയൊക്കെ വിദ്യാഭ്യാസ നിലവാരമൊക്കെ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഉയർന്ന ഡിഗ്രികളും ബിരുദാനന്തര ബിരുദങ്ങളൊക്കെ ഉള്ള, ടെക്നിക്കൽ നോളജ് ഒക്കെ വളരെയധികം ഉള്ള ആളുകള്, അതുപോലെ വളരെ ഉയർന്ന കുടുംബ പശ്ചാത്തലം, സാമ്പത്തിക പശ്ചാത്തലം ഒക്കെ ഉള്ള ആളുകള് കുറ്റകൃത്യങ്ങളില് കൂടുതലായിട്ട് വ്യാപൃതരാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ IT പ്രൊഫഷണൽസ്, അതുപോലെ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ഇവരൊക്കെ തന്നെ കുറ്റകൃത്യങ്ങളില് വളരെയധികം ഇൻവോൾവ്ഡ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ വ്യാപാരികള്, ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന കാരിസ്മാറ്റിക് ലീഡേഴ്സ്, ഇവരൊക്കെ തന്നെ കുറ്റകൃത്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വസ്തുത, ഈ കുറ്റവാളികളുടെ പ്രൊഫൈലില് കാര്യമായ മാറ്റം പഴയ കാലത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ആധുനിക കാലത്തേക്ക് ആകുമ്പോഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ പണവും അധികാരവും ഗ്ലാമറും ഇതൊക്കെ തന്നെ ഈ കുറ്റവാളികൾക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഈ കുറ്റവാളികളെ ഈ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നതിന് മുൻകാലത്ത് ഈ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവരും സാമൂഹിക സുരക്ഷിതത്വം ഇല്ലാത്തവരൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് അവരുടെ ഏറ്റവും ബേസിക് നീഡ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ ആധുനിക കുറ്റവാളികള് ഗ്ലാമർ, അതുപോലെ അധികാരം, പണം, ഇതൊക്കെയാണ് അവരുടെ മോട്ടീവ്സ് എന്ന് പറയുന്നത്. അവരെ കുറ്റകൃത്യങ്ങളിലേക്ക് ആകർഷിക്കുന്ന വസ്തുതകള്. ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് മോഷണം നടത്തുന്ന ഒരുപാട് കുറ്റവാളികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കഥകൾ പോലെ നമ്മൾ കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്, അറിയാറുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നില് എന്ന് പറയുന്നത് ഇവരുടെ ദ മോട്ടീവ് ബിഹൈൻഡ് ദ ഏതെങ്കിലും ഇപ്പൊ ഒരു കുറ്റകൃത്യം, ഒരു ക്രൈം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഉയർന്ന ജീവിത നിലവാരത്തിന് വേണ്ടിയിട്ട്, ലക്ഷൂറിയസ് ലൈഫിനൊക്കെ വേണ്ടിയിട്ടുള്ള ത്വരയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ കൂടുതലും നടക്കുന്നത് ഈ സൈബർ കുറ്റകൃത്യങ്ങളും, അതുപോലെ ഓൺലൈൻ തട്ടിപ്പുകള്, സാമ്പത്തിക തട്ടിപ്പുകള്, സാമ്പത്തിക തിരിമറികള്, ഇതൊക്കെയാണ് ഏറ്റവും പുതിയതായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഫൈലിലുള്ള കുറ്റവാളികൾ ഏർപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ അഴിമതി ഒക്കെയാണ് അവര് നടത്തുന്നത്. ഇപ്പോ ഉയർന്ന ബിരുദമുള്ളവരും അതുപോലെ തന്നെ പാരമ്പര്യ കുറ്റങ്ങളിൽ നിന്ന് സൈബർ കുറ്റങ്ങളിലേക്കും വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങളിലേക്കൊക്കെ കുറ്റവാളികൾ മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുൻപ് നമുക്ക് ഈ കുറ്റകൃത്യങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ, ഇനി പല കുറ്റകൃത്യങ്ങളിലും സ്ത്രീകൾക്ക് ഒരുപടി മുൻപിൽ ആണ് കുറ്റകൃത്യങ്ങളുടെ റിപ്പോർട്ട് ചെയ്യുന്ന കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നിരീക്ഷിക്കാൻ സാധിക്കും. അപ്പൊ സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റും ഈ ആധുനിക കാലത്ത് കുറ്റകൃത്യങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുൻകാലങ്ങളിലെ യുവാക്കളായിരുന്നു കുറ്റകൃത്യങ്ങളിൽ, ഒരു മധ്യവയസ്കരായിരുന്നു കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. യുവാക്കളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. എന്നാൽ ഇന്ന് യുവാക്കൾ വളരെ പെട്ടെന്ന് കുറ്റകൃത്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ മനുഷ്യനെ കുറ്റകൃത്യങ്ങളെ വളരെ ഈസിയർ ആക്കുന്നുണ്ട്. ഒരു ക്രൈം ചെയ്യാൻ വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സമയകാല പ്രശ്നങ്ങളൊന്നും അയാൾക്ക് ബുദ്ധിമുട്ടാകുന്നില്ല. അതുപോലെ തന്നെ അയാളുടെ ക്രൈം നടപ്പിൽ വരുത്തുന്നതിന്, അയാളുടെ മോട്ടീവ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഏറ്റവും
സൗകര്യപ്രദമായിട്ടുള്ള വളരെ അടഞ്ഞ ഒരു മാർഗം നൽകാനായിട്ട് ഈ സാങ്കേതിക വിദ്യ കുറ്റവാളികളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ നമ്മള് ശാസ്ത്രരംഗത്ത്, സാങ്കേതിക രംഗത്ത്, അതുപോലെ തന്നെ ബഹിരാകാശ ഗവേഷണം, ഇങ്ങനെ മനുഷ്യജീവിതം അയത്ന ലളിതമാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യ. അതുപോലെ തന്നെ ഈ ക്രൈമിന്റെ കാര്യത്തിലും സാങ്കേതിക വിദ്യ വളരെ കണ്ണിങ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ യൂണിറ്റ് ആണ്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും പത്രമാധ്യമങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അറിയുന്ന വസ്തുതകൾ കൂടെ കൂട്ടിച്ചേർത്തിട്ട് സ്വന്തം ഇലാബറേറ്റ് ചെയ്യേണ്ട തരത്തിലാണ് ഈ ഒരു യൂണിറ്റ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം, അവരുടെ സോഷ്യോ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ഇതിലെല്ലാം തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് പഴയ കാലത്ത് വളരെ ബേസിക് നീഡ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കുറ്റകൃത്യങ്ങൾ എങ്കിൽ ഇന്ന് കൂടുതൽ വലിയ സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ലക്ഷൂറിയസ് ലൈഫ്, ഇനി അതല്ലെങ്കിൽ ഈ മയക്കുമരുന്നും അങ്ങനെ ആ ഒരു രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. യുവാക്കളും വിദ്യാസമ്പന്നരായിട്ടുള്ളവരും ഉയർന്ന പ്രൊഫൈലിലുള്ളവരും കുറ്റകൃത്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്